കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. നമുക്ക് ഈ രാവിലെ സമയം ഒന്നിച്ച് ദൈവമുഖത്തേക്ക് നോക്കാം. നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടെ എഴുന്നേറ്റിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇന്ന് പകലിൽ ദൈവത്തിനു വേണ്ടി കൊള്ളാവുന്ന തലത്തിൽ ജീവിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് പകൽക്കാലത്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിലുള്ള എല്ലാ പ്രതിസന്ധികളും മാറട്ടെ. ദൈവകൃപയിൽ നമുക്ക് ആശ്രയിച്ചുകൊണ്ട് മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ആഴമായ ദൈവവചന ചിന്തകൾ പഠിക്കുവാനിടയായി. നിങ്ങളത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു. അതൊക്കെ അനേകർക്ക് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനേകർ എനിക്ക് നൽകുന്ന പ്രോത്സാഹനം പിന്നെയും ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാനും നിങ്ങൾക്ക് പങ്കുവെക്കുവാനും ഞാൻ പ്രാർത്ഥനാകുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം നമ്മളെ യിരെമ്യാവിനെ കുറിച്ച് പഠിക്കുവാനിടയായത്. യിരെമ്യാവ് കരയുന്ന പ്രവാചകൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. തൻ്റെ കുടുംബമെന്ന് പറയുന്നത് ഒരു പൗരോഹിത്യ കുടുംബത്തിൽ ജനിച്ച അനുഗ്രഹിതനായ ഒരു വ്യക്തിത്വമായിരുന്നു. എന്നാൽ യിരെമ്യാവിൻ്റെ അപ്പൻ ഒരു പുരോഹിതനായിരുന്നെങ്കിലും യിരെമ്യാവ് ഒരു പ്രവാചകനായിരുന്നു. ദൈവം അവനെ ഒരു പ്രവാചകനായിട്ടാണ് എന്ത് ചെയ്തത്? വിളിച്ച് വേർതിരിച്ച് നിലനിർത്തി. പുരോഹിതൻ എന്ന് പറയുന്നത് ജനത്തിനു വേണ്ടി, ജനത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവർക്ക് വേണ്ടി യാഗം കഴിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പുരോഹിതൻ്റെ ശ്രേഷ്ഠകരമായ ശുശ്രൂഷ. എന്നാൽ ഒരു പ്രവാചകനെ സംബന്ധിച്ച് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ജനത്തിന് എന്ത് ചെയ്യുക? ദൈവിക ആലോചനകൾ കൊടുക്കുക. ഒരു പ്രവാചകന്റെ ദൗത്യം ഇതാ. അതിനകത്ത് വള്ളിയോ പുള്ളിയോ മാറ്റാനൊന്നും പറ്റുകയില്ല. ദൈവം പറയുന്ന അതേ കാര്യങ്ങൾ ജനത്തിൻ്റെ അടുക്കൽ, അത് രാജാക്കന്മാരുടെ അടുക്കലായാലും പ്രഭുക്കന്മാരുടെ അടുക്കലായാലും എന്ത് ചെയ്യുക? അത് അവരുടെ അടുക്കൽ എത്തിക്കുക എന്നുള്ളതാണ്. ഏലിയാവിനെ കുറിച്ച് നമുക്കറിയാം. ഏലിയാവ് ഒരു പ്രവാചകനായിരുന്നു. ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ തന്നെ ഏൽപ്പിച്ച ദൂത് താൻ കൈമാറ്റം ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് രാജാക്കന്മാരോടൊന്നോ പുരോഹിതന്മാരോടൊന്നോ ജനത്തോടൊന്നോ ഒന്നും അതിന് വ്യത്യാസമില്ല. ദൈവം നൽകുന്ന ദൂത് ശക്തമായി പറയുക. നമുക്കറിയാം, നാഥാം പ്രവാചകൻ ദാവീദിൻ്റെ അടുക്കൽ ചെന്ന് വളരെ ശക്തമായ ദൈവിക ദൂതുകൾ പറഞ്ഞു. ഊരിയാവിൻ്റെ ഭാര്യയെ സ്വീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തോടുള്ള ബന്ധത്തിൽ ഒരു നല്ല ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്തത്? നാഥാം പ്രവാചകൻ ദാവീദിൻ്റെ അടുക്കൽ ചെന്ന് ദാവീദ് നെടുമ്പാട് വീഴുകയായിരുന്നു. 51-ാം സങ്കീർത്തനം അങ്ങനെയാണ്. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് ദാവീദ് നിലവിളിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ യിരെമ്യാവ് ഒരു പ്രവാചകനായിരുന്നു. പ്രവാചക ദൗത്യം ഏറ്റെടുക്കേണ്ടതിന് വേണ്ടി യിരെമ്യാവിനെ വിളിച്ചത് തൻ്റെ ബാല്യ കാലത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. താൻ ബാലനായിരിക്കുമ്പോഴാണ്. യിരെമ്യാവ് പറയുന്നുണ്ട്, ഞാൻ ബാലനാണ്, കാര്യാദികൾ നോക്കാൻ എനിക്ക് പ്രാപ്തിയില്ല എന്ന് യിരെമ്യാവ് പറയുമ്പോൾ ദൈവം പറയുന്നുണ്ട്, നീ ബാലനെന്ന് എന്ത് ചെയ്യരുത്? പറയരുത്. ദൈവത്തിന് സ്തോത്രം. അല്ലെ, അങ്ങനെയാണ് തിരുവെഴുത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എനിക്കുണ്ടായ നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു. 6-ാമത്തെ വാക്യം, 1-ാം അധ്യായം 6. എന്നാൽ ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലനെന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന എവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടത് ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. കണ്ടോ, യിരെമ്യാവ് ദൈവം തന്നെ വിളിച്ചപ്പോൾ താൻ ദൈവത്തോട് പറയാണ്, ഞാൻ ബാലനാണ്, എനിക്ക് വേണ്ടതുപോലെ സംസാരിക്കുവാൻ അറിഞ്ഞുകൂടാ. സ്തോത്രം. എന്നാൽ ദൈവം പറയാണ്, നീ അങ്ങനെ പറയരുത്. ഞാൻ നിന്നോടുകൂടെ എന്ത് ചെയ്യും?
ഉണ്ടാകുമെന്നാണ് ദൈവം പറയുന്നത്. പ്രിയരെ, ദൈവം ഒരു കാര്യം എന്നെ നിങ്ങളെ ഏൽപ്പിച്ചാൽ ആ കാര്യത്തിൻ്റെ സമാപ്തിയിൽ എത്തിപ്പാൻ നിന്നെ സഹായിപ്പാൻ ദൈവം നിന്നോട് കൂടെയുണ്ട്. നീ എടുക്കുന്ന ദൈവാലോചനയുടെ ചുമട് നീ വഹിച്ചാൽ നിന്നെ അത് എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കുവാൻ നിനക്ക് കരുത്ത് നൽകി, ബലം നൽകി നിന്നെ അവിടെ എത്തിപ്പാൻ ഇടയായിത്തീരും. അങ്ങനെ യെരമ്യാ പ്രവാചകൻ തൻ്റെ ബാല്യകാലത്തിലെ ദൈവം തൻ്റെ മേൽ വെച്ച മുഖം ചുമക്കുവാൻ, പ്രവാചക ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ തയ്യാറായി. ഞാൻ നിന്നോട് കൂടെ. പ്രിയപ്പെട്ടവർ, ദൈവം നമ്മോട് കൂടെ ഉണ്ട്. പിന്നെ നമുക്ക് എന്തിനാ നമ്മൾ ആരെയാ ഭയപ്പെടുന്നത്? ആരെല്ലാം നിന്നെ മാറ്റി നിർത്തിയാലും, ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും, തമ്പുരാൻ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് നിനക്ക് ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ നീ ഭാരപ്പെടേണ്ട ആവശ്യകതയില്ല. ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ അനാഥമാണ്, എന്നെ സഹായിപ്പാൻ ആരുമില്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നീ ആശ്രയിക്ക്. നീ അനാഥനെന്ന് പറയുവാൻ ദൈവം അനുവദിക്കുകയില്ല. അവൻ നിന്നെ സഹായിപ്പാൻ യഹോവ നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. യെരമ്യാവിനോട് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. സ്തോത്രം. ഞാൻ നിന്നെ അയക്കുന്ന എവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെ നീ സംസാരിക്കുകയും വേണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിച്ചു, ബാല്യകാലത്തിലെ ദൈവം ചുമതലകളേൽപ്പിച്ച ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാം, ശൗമേൽ ബാലൻ ബാല്യകാലത്തിലെ ആലയത്തിൽ ചെന്നു. വിളക്ക് കെടുന്നതിന് മുമ്പ് ആലയത്തിൽ കിടന്നു. ഏലി പുരോഹിതന്റെ കണ്ണ് മങ്ങിയിരുന്നു. ഏലിയുടെ മക്കൾ തങ്ങൾക്ക് ബോധിച്ചതുപോലെ ജീവിച്ചു. പക്ഷേ ശൗമേൽ ബാലനോ വളരും തോറും അവൻ ദൈവകൃപയിൽ അവൻ വളരുവാനിടയായി. വിളക്ക് കെടുന്നതിന് മുമ്പ് ആലയത്തിൽ അവൻ വിളക്കിന്റെ ചുവട്ടിൽ കിടന്നു. ദൈവം അവനെ കണ്ടു. ദൈവം അവനെ വിളിക്കുവാനിടയായി. ദൗത്യങ്ങൾ ദൈവം ഏൽപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ സമയത്ത് ഈ സന്ദേശം കേൾക്കുന്ന നിന്നെ ഒരു ദൗത്യം ദൈവം ഏൽപ്പിച്ചാൽ നീ അത് ഏറ്റെടുക്കുവാൻ തയ്യാറാണോ? സ്തോത്രം. ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുവാൻ നീ തയ്യാറാണോ? എനിക്ക് കഴിവില്ല, പ്രാപ്തിയില്ല, വിദ്യാഭ്യാസമില്ല, യോഗ്യതകളൊന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ ഒഴിയുവാൻ ശ്രമിക്കുവോ? മോശ ദൈവവിളിയുടെ മുമ്പാകെ നിന്നപ്പോൾ മോശയോട് പറഞ്ഞു, ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. ഹല്ലേലൂയ. വലിയ ദൗത്യം മോശ ഏൽപ്പിക്കുക. മോശയുടെ മറുപടി, ഞാൻ വിക്കനാണ്, എനിക്ക് യാതൊരു കഴിവുമില്ല, നീ മറ്റൊരാളെ അയക്കണമെന്ന് മോശ പറയുകയാണ്. നീ പോകേണ്ടിടത്ത് നീ തന്നെ പോകണം. നാളെ നിന്നെ ദൈവം അയക്കുന്നിടത്ത് നീ ചെന്ന് പ്രാർത്ഥിക്കേണ്ട സ്ഥാനത്ത് നീ തന്നെ പ്രാർത്ഥിക്കണം. നീ ചെന്ന് ശുശ്രൂഷ ചെയ്യേണ്ട സ്ഥാനത്ത് നീ തന്നെ ശുശ്രൂഷ ചെയ്യണം. സ്തോത്രം. ദൈവം നിന്നെയാണ് അവിടെ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. നിന്നെയാണ് ആ ദൗത്യം ഫലമേൽപ്പിക്കുന്നത്. നിന്നെ കൊണ്ട് ആ വലിയ പ്രതിസന്ധിയെ മറികടക്കുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഇന്ന് രാവിലെ സമയത്ത് ദൈവം നിന്നെ ദൗത്യമേൽപ്പിക്കുവാൻ പോവുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുവാൻ പോവുകയാണ്. നിനക്ക് വയ്യ എന്ന് പറഞ്ഞ് നീ മാറി നിന്ന ആ മേഖല നീ മറന്നു പോകരുത്. എന്നെ കൊണ്ട് ഇത് വഹിക്കാൻ കഴിയത്തില്ല, ഈ ചുമടെടുക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് നീ മാറി നിന്നില്ലേ? ഇന്ന് രാവിലെ സമയത്ത് ദൈവാത്മാവ് പറയുന്നു, നീ ആ ദൗത്യം ഏറ്റെടുക്കുക. ദൈവം നിന്നെ സഹായിപ്പാനുണ്ടാകും. ഹല്ലേലൂയ. നീ ബാലനാന്ന് പറയരുത്, എനിക്ക് വിദ്യാഭ്യാസമില്ലെന്ന് പറയരുത്. എൻ്റെയൊക്കെ ജീവിതത്തിൽ വിദ്യാഭ്യാസം പാതി വഴിയിൽ തകർന്നു പോയ അനുഭവമാണ്. വേണ്ടതുപോലെ പഠിക്കാൻ പറ്റിയില്ല. ദൈവത്തിന് അപ്പൻ്റെ മദ്യപാനവും കുടുംബത്തിലെ കലഹവും സാമ്പത്തികമായ ബുദ്ധിമുട്ടും കഴിക്കാൻ ആഹാരമില്ല, കുടിക്കാൻ വെള്ളമില്ല, ഉടുക്കാൻ വസ്ത്രമില്ല.
ഒട്ടുന്ന ആ ഒട്ടിയ വയറുമായി ഓരോ ദിവസങ്ങളും തള്ളി നിൽക്കുന്ന അനുഭവങ്ങൾ. പ്രിയപ്പെട്ടവരെ, ആമീൻ, വേണ്ടതുപോലെ പഠിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആമീൻ, വിശ്വസ്തന നെണ്ണി ദൈവം എന്നെ ഈ മഹത്വകരമായ ശുശ്രൂഷ വരമേൽപ്പിച്ചു. ഞാൻ ഓർപ്പിച്ചു വന്നത്, ആത്മീയ മേഖലയിലെ ആമീൻ ആ മഹത്വകരമായ ശുശ്രൂഷകൾ മുഴുവൻ ചെയ്യുവാൻ ദൈവം എനിക്ക് അധികാരം നൽകി. ദൈവം എന്നെ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, എനിക്ക് നല്ല തൻ്റെ ഇടത്തോടെ പറയാം, ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകൾ ആക്ഷേപമില്ല. ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് ആക്ഷേപം പറയുവാൻ ആരും മുന്നോട്ട് വരികയില്ല. കാരണം ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ് വിവാഹ ശുശ്രൂഷ. ദൈവത്തിന് സ്തോത്രം. 3 വിവാഹ രജിസ്റ്ററിന്റെ ബുക്ക് വിവാഹം നടത്തി തീർത്തു. ശവസംസ്കാര ശുശ്രൂഷ, ആമീൻ, എത്ര പേരുടെ ശവസംസ്കാരം നടത്തി. ദൈവത്തിന് സ്തോത്രം. കേരളത്തിന്റെ വിവിധ ആമീൻ ജില്ലകളിൽ പോയി എന്ത് ചെയ്തു? ശവസംസ്കാരം നടത്തി, കല്യാണം നടത്തി, ആമീൻ, 100 കണക്കിന് ആളുകളെ സ്നാനപ്പെടുത്തി. ഞാൻ ചെയ്ത ശുശ്രൂഷയുടെ ആമീൻ എണ്ണം പറയുകയല്ല ഞാൻ. പ്രിയപ്പെട്ടവരെ, യോഗ്യത നോക്കിയല്ല കേട്ടോ ഈ ദൗത്യം നിന്നെ ഏൽപ്പിക്കുന്നത്. യോഗ്യത നോക്കിയാൽ ഞാൻ ഒന്നിനും അർഹനല്ല. വിദ്യാഭ്യാസമില്ല, ബൈബിൾ പാണ്ഡിത്യമില്ല, ലോകപരിചയമില്ല. ദൈവത്തിന് സ്തോത്രം. വലിയ ബൈബിൾ പാണ്ഡിത്യമൊന്നുമില്ല. സ്തോത്രം. മുട്ടുമേലിരുന്നുള്ള പ്രാർത്ഥനയുടെ ആമീൻ ഒരേ ഒരു ആമീൻ പാഠം മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ. പക്ഷേ ദൈവം എന്നെ ദൗത്യങ്ങൾ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആത്മീയ മേഖലയിലെ സർവ്വ ശുശ്രൂഷകളും ചെയ്യുവാൻ ദൈവം എന്നെ പരിശീലിപ്പിച്ചു, പഠിപ്പിച്ചു. എന്നെ ആരും സഹായിക്കാനില്ലായിരുന്നു കേട്ടോ. ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങൾ തരാൻ ആരുമില്ലായിരുന്നു. ഞാൻ ഒരുപാട് പേരെ ഞാൻ വളർത്തിക്കൊണ്ടുവന്ന് ആമീൻ കൈപിടിച്ചു നടത്തി ശുശ്രൂഷകളുടെ പടവുകൾ ചവിട്ടുവാൻ പ്രാപ്തരാക്കിയ സുവിശേഷകരായ ദൈവദാസന്മാരായ പാസ്റ്റർമാരായ ധാരാളം ആളുകൾ ഇന്ന് കേരളക്കരയിൽ കർത്താവിന്റെ വേല ചെയ്യുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു വന്ന സമയത്ത് എന്നെ കൈക്ക് പിടിക്കാൻ ആരുമില്ലായിരുന്നു. ഒരു ശുശ്രൂഷയ്ക്ക് ഒരു വേദി തരാൻ ആരുമില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ വഴിപ്രസംഗനായി മാറിയത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാനുള്ള ആർത്തി, ആമീൻ, ആരും ഒരു 10 മിനിറ്റ് പോലും തരികയില്ലായിരുന്നു. പക്ഷേ വഴിയിൽ നിന്ന് ഇറങ്ങി പ്രസംഗിച്ചു. ദൈവം എന്നെ മാനിച്ചു, ദൈവം എന്നെ ഉയർത്തി, ദൈവം എനിക്ക് സഭ നൽകി, ദൈവദാസന്മാരെ നൽകി, ശുശ്രൂഷകൾ നൽകി. 100 കണക്കിന് ആളുകൾക്ക് വേണ്ടി ആമീൻ ഇടിവിൽ നിൽക്കുവാൻ ദൈവം എന്നെ പ്രാപ്തനാക്കി. പ്രിയപ്പെട്ടവരെ, യോഗ്യത നോക്കിയല്ല കേട്ടോ. നീ ബാലനെന്ന് പറയരുത്. നിന്റെ കഴിവുകേടുകളെ ദൈവം അറിയുന്നു. സ്തോത്രം. യിരെമ്യാവേ, ആമീൻ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇന്ന് രാവിലെ സമയത്ത് ദൈവാത്മാവ് പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ധൈര്യമായിരിക്കുക. ഞാൻ തരുന്ന ആലോചനകൾ നീ വിളിച്ചു പറയുക. മുഖം നോക്കാതെ ദൈവിക സന്ദേശങ്ങൾ പറയുക. അതിനായിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. നീ ബാലനെന്ന് പറയരുത്. യിരെമ്യാവിന്റെ കഷ്ടതയുടെ വിവിധ പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. യിരെമ്യാവ് തന്റെ ശുശ്രൂഷ പടവുകൾ ചവിട്ടുമ്പോൾ താൻ നേരിട്ട ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ കൃഷി ജീവിതത്തിൽ കരുത്തു നൽകുന്നതാണ്. നമ്മുടെ കൃഷി ജീവിതത്തിൽ നമുക്ക് അതൊരു വലിയ ബലമാണ്. നമുക്ക് അടുത്ത ദിവസങ്ങളെല്ലാം അത് പഠിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം ഏൽപ്പിക്കുന്ന ആ ദൗത്യത്തിലേക്ക് നമുക്ക് നീങ്ങാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾ കൈമാറ്റം ചെയ്യണം. മറ്റുള്ളവരിലേക്ക്, ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അനുഗ്രഹമേറിയ ഈ നല്ല നിമിഷത്തിനായി സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവ് ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ ആമീൻ കർത്താവ് യോഗ്യതകൾ നോക്കാതെയാണല്ലോ. ഹല്ലേലൂയ. വിദ്യാഭ്യാസമോ പണമോ സൗന്ദര്യമോ ഒന്നും നോക്കാതെ ദൈവം ദൗത്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ആ ദൗത്യങ്ങളിൽ മുന്നേറുവാൻ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കണം. തിരുനാമം മഹത്വമെടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.